ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള താജ്മഹലാണ്. ഞങ്ങൾ നോയിഡയിൽ നിന്നും ആഗ്രയിലേക്കാണ് താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോയിഡയിൽ നിന്ന് ഏകദേശം 3 hours ഡ്രൈവ് ഉണ്ട് താജ്മഹലിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോയി താജ്മഹൽ എല്ലാം കണ്ട് ഹിസ്റ്ററിയൊക്കെ ഒന്ന് പഠിച്ചാലോ. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടോ. മുമ്പ് താജ്മഹലിൻ്റെ അടുത്തായിരുന്നു പാർക്കിംഗ്. ഇപ്പോൾ പൊല്യൂഷൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പാർക്കിംഗ് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് മാറ്റി. എന്നിട്ട് അവർ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇട്ടു താജ്മഹലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ സർവീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. 20 രൂപയാണ് ഒരാൾക്ക് പാർക്കിങ്ങിൽ നിന്നും താജ്മഹലിൻ്റെ എൻട്രൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൽ. ഓൺ ദ വേ നമുക്ക് ഒത്തിരി ഷോപ്സ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ ആഗ്ര സ്പെഷ്യലായ പേട്ടയുടെ ഷോപ്പുകൾ നിറയുണ്ട്. ഒത്തിരി വെറൈറ്റി ഓഫ് പേട്ടാസ് നമുക്കിവിടെ കിട്ടും. ഫസ്റ്റ് എൻട്രൻസ് ഫീ 50 രൂപയാണ് ഇന്ത്യൻസിന്. സാർ കോപ്പിംസ്റ്റർ കൺട്രീസിൽ നിന്ന് വരുന്നവർക്ക് 540 രൂപയും ബാക്കി കൺട്രികളിൽ നിന്ന് വരുന്നവർക്ക് 1100 രൂപയാണ് എൻട്രൻസ് ഫീസ്. ഇനി നമുക്ക് മുസ്ലിം കൂടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അകത്ത് വേറെ ടിക്കറ്റ് എടുക്കണം. അത് 200 രൂപയാണ്. ഇവിടെ താജ്മഹലിൻ്റെ പണ്ടത്തെ കുറേ പിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളി അകത്ത് കയറി. ഇവിടെ എയർപോർട്ടിലെ പോലെ തന്നെ നല്ല സെക്യൂരിറ്റി ചെക്കിൻ എല്ലാം ഉണ്ടായിരുന്നു. എൻട്രൻസിൽ നിന്ന് താജ്മഹൽ എത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട്. ചുറ്റും നിറയെ കോട്ടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണെല്ലാം. അപ്പോൾ നമുക്ക് താജ്മഹലിൻ്റെ കുറച്ച് ഹിസ്റ്ററി നോക്കിയാലോ. അപ്പോൾ താജ്മഹലിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 1631 വിത്ത് മുഗൾ എംപറർ ഷാജഹാനും അദ്ദേഹത്തിൻ്റെ വൈഫ് മുംതാസ് മഹാലിൻ്റെയും കൂടെ. മുംതാസ് 14ാമത്തെ ഷാജഹാൻ്റെ കുട്ടിക്ക് ജന്മം നൽകുന്നതിനിടയിലാണ് മരണപ്പെട്ടത്. ഇതിൽ വളരെ വിഷമിച്ച ഷാജഹാൻ മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി ഒരു മോണുമെൻ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് താജ്മഹലിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 1632 താജ്മഹലിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 22 വർഷം എടുത്തു ഇതിൻ്റെ പണി പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. ഏകദേശം 20,000 കരകൗശല പണിക്കാരുണ്ടായിരുന്നു ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കാൻ. ഇവരെല്ലാം ലീഡ് ചെയ്തത് എംപറേഴ്സ് കോർട്ട് ആർക്കിടെക്ട് ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ താജ്മഹൽ മുഗൾ ആർക്കിടെക്ചറിൻ്റെയും ഇസ്ലാമിക് പേർഷ്യൻ ആൻഡ് ഇന്ത്യൻ സ്റ്റൈലിൻ്റെയും ഒരു സ്റ്റണ്ണിങ് എക്സാമ്പിളാണ്. ഈ താജ്മഹലിലാണ് മുംതാസിനെയും ഷാജഹാനെയും അടക്കം ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ 42 ഏക്കറുണ്ട്. ഈ 42 ഏക്കേഴ്സിൽ മോസ്ക്, ഗസ്റ്റ് ഹൗസ് ആൻഡ് ഗാർഡൻസ് ഉണ്ട്. അന്ന് ഈ താജ്മഹൽ പണിയാൻ 5 ബില്യൺ റുപ്പീസാണ് വേണ്ടി വന്നത്. ഇന്നത്തെ മണി വാല്യൂ വെച്ച് നോക്കിയാൽ ഇതിന് 35 ബില്യൺ റുപ്പീസ് ആയിട്ടുണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ. 1983 ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിച്ചു. ഇത് മുഗൾ ആർക്കിടെക്ചറിൻ്റെയും ഇന്ത്യൻ ഹിസ്റ്ററിയുടെയും ഒരു ഗ്രേറ്റ് എക്സാമ്പിളാണ്. എവറി ഇയർ മോർ ദാൻ 5 മില്യൺ വിസിറ്റേഴ്സാണ് താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ വരാറുള്ളത്. 2007 താജ്മഹൽ 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡിൽ സ്ഥാനം പിടിച്ചു. നമ്മൾ ഈ കാണുന്ന ആട്ടോ ഫസ്റ്റ് കോട്ട. ഈ കോട്ടയിൽ നിന്നാണ് നമ്മൾ താജ്മഹലിലേക്ക് എൻട്രി ചെയ്യുന്നത്. നമുക്ക് ഈ കോട്ടയുടെ അകത്തു നിന്ന് നമുക്കൊരു വളരെ നൈസായിട്ടുള്ളൊരു വ്യൂ തന്നെ നമുക്കുണ്ട് താജ്മഹലിലേക്ക്. ഇതേ സെയിം സ്ട്രക്ചറിലുള്ള ബിൽഡിങ്സ് താജ്മഹലിൻ്റെ 4 സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളതിൽ ഒരു സൈഡിൽ നിന്നാണ് എൻട്രി ചെയ്യുന്നത്. ഇത് കറക്റ്റ് നമുക്ക് താജ്മഹലിലേക്കുള്ള ഡയറക്റ്റ് സ്ട്രീറ്റ് വ്യൂ നമുക്ക് കിട്ടും. അതുപോലെ ഈ ബിൽഡിങ്ങിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പം ഈ സ്പോട്ട് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്യുന്ന പ്ലേസാണ്. കാരണം വളരെ നൈസായിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും താജ്മഹലിൽ. കറക്റ്റ് ആ ഒരു ഡോറിൻ്റെ ആ ഒരു ഷേപ്പും അതിനകത്ത് താജ്മഹലും വരത്തക്ക രീതിയിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നിറയെ ഫോട്ടോസ് ഞാൻ ഓൺലൈനിലും കണ്ടിട്ടുണ്ട് അവരെങ്ങനെ എടുത്തേക്കുന്നതെന്ന്. ഇതേ കണ്ടു, നമുക്ക് ഇങ്ങനെ നൈസായിട്ട് കാണാൻ പറ്റും. അകത്ത് ഡാർക്കായി കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് താജ്മഹൽ ഫുള്ള് വിസിബിളായിരിക്കും. നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ട ആൾക്കാരെ തട്ടിയിട്ട് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് തിരക്കാണ് നമുക്കിതിൻ്റെ മുമ്പിൽ. കാരണം നല്ലൊരു വ്യൂ ഉണ്ട് നമുക്കിവിടെ നിന്ന് താജ്മഹലിൻ്റെ. ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് താജ്മഹലിലെ ഫസ്റ്റ് വ്യൂ. ഡയറക്റ്റ് താജ്മഹൽ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അത് ആ താജ്മഹലും അതിൻ്റെ ഫ്രണ്ടിലുള്ള മറ്റേ ആ ഫൗണ്ടെയിനും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് തന്നെയുണ്ട്. താജ്മഹൽ എന്ന പേര് ഉറുദു ഒറിജിനാണ്. ഇത് അറബിക് ആൻഡ് പേർഷ്യൻ ലാംഗ്വേജസിൽ നിന്നും രൂപപ്പെട്ടതായിട്ട് വിശ്വസിക്കപ്പെടുന്നു. താജ്മഹലിൻ്റെ മീനിങ് ക്രൗൺ പാലസ് എന്നാണ്. ഈ താജ്മഹലിൻ്റെ പണി പൂർത്തിയായ ശേഷം
ഷാജഹാൻ്റെ മകൻ ഔറംഗസേബ് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയും താജ്മഹൽ കാണാൻ കഴിയുന്ന അടുത്തുള്ള ആഗ്ര കോട്ടയിൽ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. ഷാജഹാൻ്റെ മരണശേഷം 1666 ഔറംഗസേബ് മുംതാസിൻ്റെ അടുത്തുള്ള ശവകുടീരത്തിൽ അടക്കം ചെയ്തു. ഏട്ടെ ഇന്ന് വാ. मकराना मार्बल तो घर वाला नहीं है यार। और उस टाइम पे तो ഇനിയാണ് നമ്മൾ ശരിക്കും താജ്മഹലിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 200 രൂപയുടെ ടിക്കറ്റും കൂടി എടുക്കണം. ബാക്കിയുള്ള പോർഷൻസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ 50 രൂപയുടെ ആദ്യം ടിക്കറ്റ് എടുത്തത്. ഇവിടെ നമ്മളൊരു 200 രൂപയാണ് കൂടി ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് അകത്ത് കയറുന്നത്. അതുപോലെ ഇത് ഫുള്ളി മാർബിൾ കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് അതിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഷൂകൾക്കടിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു കവർ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് നമുക്ക് ഫ്രം ദി താജ്മഹലിൻ്റെ
ബിഗിനിങ്ങിലുള്ള എൻട്രൻസ് മുതൽ നമുക്കത് മേടിക്കാൻ കിട്ടും. അതിട്ടിട്ട് വേണം നമുക്ക് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഷൂ ഊരിയിട്ട് വേണം നമുക്ക് ഇതുവഴി നടക്കാൻ പറ്റുള്ളൂ. ഇതിനോട് ജാണേ ഇല്ല അമ്മ എടുക്കോ പാത്തൂച്ചിനെ പ്രശ്നം ആര് ഇട്ടിട്ടില്ല അന്നത്തെ കാലത്തുള്ള മാർബിൾ വർക്ക്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ടെക്നോളജീസ് യൂസ് ചെയ്ത് വളരെ ഈസിയായി ചെയ്യാമെങ്കിലും അന്നത്തെ കാലത്ത് അവരെങ്ങനെ ഇത് ചെയ്തു എന്ന് ഓർക്കുമ്പം നമുക്ക് തന്നെ വളരെ അത്ഭുതമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരെയാണ് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്താണ് മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും ശവകുടീരങ്ങളുള്ളത്. അതിനകത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അകത്ത് ശവകുടീരങ്ങൾ നേരിട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അകത്ത് നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പുറത്ത് നല്ല ചൂടാണെങ്കിലും അന്നത്തെ ആ ഒരു ആർക്കിടെക്ചറിൻ്റെയും ആ ഒരു വെന്റിലേഷൻ സിസ്റ്റത്തിൻ്റെയും എഫിഷ്യൻസി കൊണ്ടാവാം അകത്ത് നല്ല കൂളിംഗ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്തു.